ദെൻ ഫെയർ വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കുക, എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിരിക്കണം, എംപവർമെന്റ് ഓഫ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ആയിരിക്കണം, ജെൻഡർ ഇക്വാളിറ്റി ഉണ്ടായിരിക്കണം, ഡെമോക്രാറ്റിക് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കണം ബിസിനസ്. അപ്പൊ അത്രയും പോയിന്റ്സ് കീപ്പ് ചെയ്താലേ ഒരു സ്റ്റാൻഡേർഡ് ഫെയർ ട്രേഡ് ആവുള്ളൂ. നേരത്തെ പറഞ്ഞ കുറെ പ്രിൻസിപ്പിൾസ് നോക്കിയാലേ അതും ഒരു നല്ലൊരു ഫെയർ ട്രേഡ് പ്രിൻസിപ്പിൾസ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഫെയർ ട്രേഡ് പ്രാക്ടീസസിലുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൺസ്യൂമർ പ്രൈവസി ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ ഇൻ റീറ്റെയിൽ എത്തിക്കൽ കൺസിഡറേഷൻ. അതായത് റീറ്റെയിൽ ബിസിനസ്സിൽ കൺസ്യൂമർ പ്രൈവസി അല്ലെങ്കിൽ ഡാറ്റ പ്രൊട്ടക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ഡാറ്റ കളക്ഷൻ ആൻഡ് പ്രൊഫൈലിംഗ് ഇൻ റീറ്റെയിൽ. ഒരു റീറ്റെയിൽ ബിസിനസ്സിൽ ഡാറ്റ കളക്ഷൻ എങ്ങനെയാണെന്ന് കൺസ്യൂമേഴ്സിന്റെ കേസാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. A data collection of customers is a regular process. Data is collected in many forms like age, gender, address, occupation, mobile number, etc. All such data is collected to understand the buying behavior of customers. അല്ലെ, അതായത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കൺസ്യൂമർ പ്രൈവസി, അതായത് കസ്റ്റമേഴ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാം. ഏതൊക്കെ രീതിക്ക്? അതായത് ഒരു ബിസിനസ്, എന്ത് ബിസിനസ്, റീറ്റെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് നോക്കിയിട്ടാണ്. അപ്പൊ കൺസ്യൂമേഴ്സിന്റെ ഏജ്, അവരെ ജെൻഡർ, അതേപോലെ അവരെ അഡ്രസ്, ഒക്യുപ്പേഷൻ, അങ്ങനെ എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്തിട്ടാണ് ഒരു കൺസ്യൂമേഴ്സ് ഡാറ്റ കളക്ഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്തരം കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു കൺസ്യൂമേഴ്സിന് ഒരു ബിഹേവിയർ നമുക്ക് പിടികിട്ടും. എന്താണ് അവർക്ക് ഇപ്പൊ വേണ്ടത്, എന്താണ് ഇവിടെ ആവശ്യമുള്ളത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും അവരുടെ ഡാറ്റ കളക്ഷൻ എടുക്കുന്നത് വഴി. ഓക്കെ, all such data gives valuable information about the customers which further helps in building special marketing campaigns. അത്തരം ഡാറ്റ കാരണം നമുക്ക് ഒരു എന്താ പറയാ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ആവുന്നുണ്ട് ഡാറ്റ കളക്ഷൻ വഴി. ഓക്കെ, then customer profiling typically the following. അതായത് കസ്റ്റമർ പേഴ്സണൽ ഇൻഫർമേഷൻ, കസ്റ്റമർ പ്രിഫറൻസ്, ബൈയിങ് പാറ്റേൺസ്. ഇത്രയും 3 കാര്യങ്ങളാണ് കസ്റ്റമേഴ്സിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ. അതായത് കസ്റ്റമർ പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അവരെ പേഴ്സണൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. അതായത് അവരുടെ മൊബൈൽ നമ്പർ, അവരുടെ ഇമെയിൽ അഡ്രസ്സ്, അവരുടെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നത് കൂടി നമുക്ക് എന്താ ഒരു ഡെമോഗ്രാഫിക് ആൻഡ് ബിഹേവിയർ ഒരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് അവിടെ എത്ര കസ്റ്റമേഴ്സിന് അല്ല എത്ര ഏജ് ഉള്ളവര്, എത്ര ഏജ് അനുസരിച്ച്, എത്ര ജെൻഡർ അനുസരിച്ച് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാവും. ദെൻ കസ്റ്റമർ പ്രിഫറൻസ്, അതായത് ഓരോ കസ്റ്റമേഴ്സിന്റെ അവർ ചൂസ് ചെയ്യുന്ന ബ്രാൻഡ്, അവരെ പ്രൊമോഷൻസ്, അവരെ ഒരു ലിവിങ് സ്റ്റൈൽ മനസ്സിലാക്കുക, അല്ലെ അവരെ ഒരു കസ്റ്റമേഴ്സിന് എന്താണ് പ്രിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ബൈയിങ് പാറ്റേൺ, അതായത് എന്താണ് അവരെവിടുന്നാണോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. എല്ലാവരും വലിയ വലിയ മോളുകൾ പോയിട്ട് സാധനം വാങ്ങണമെന്നുണ്ടോ? ഇല്ല. പക്ഷെ ചില ആൾക്കാർ എല്ലാം കൂടി കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ചീപ്പസ്റ്റ് റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ പോകുന്നുണ്ട്. അപ്പം അവരൊരു ബൈയിങ് പാറ്റേൺ, ഒരു മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസിന്റെ ബൈയിങ് പാറ്റേൺ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് ഒരു ഡാറ്റ കളക്ഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ചാലഞ്ചസ് ഓഫ് കളക്ഷൻ ഓഫ് ഡാറ്റ ഫ്രം കസ്റ്റമേഴ്സ്. ഒരു കസ്റ്റമേഴ്സിന് എടുക്കുന്ന ഡാറ്റ കളക്ട് ചെയ്യാൻ കുറച്ച് ചാലഞ്ചസ് ഉണ്ടാവും. എന്തൊക്കെയാണ്? ഡാറ്റ പ്രൈവസി കൺസേൺസ്, അല്ലെ, ഒരു കൺസ്യൂമേഴ്സിന് അവരുടെ ഡാറ്റ കളക്ട് ചെയ്യാൻ എന്ന് പറയുന്നത് പ്രൈവസി ഇഷ്യൂവിനെ ബാധിക്കുന്ന കാര്യമാണ്. എല്ലാവരും ചിലപ്പോൾ അവരുടെ അഡ്രസ്സോ മൊബൈൽ നമ്പറോ നെയിമോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇമെയിൽ ഐ ഡി, എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ അതൊരു ചലഞ്ചാണ്. അവരെ കൺവിൻസ് ചെയ്തിട്ട് അവരുടെ ഡാറ്റ കളക്ട് ചെയ്യുക, പ്രൈവസി ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതൊരു ചലഞ്ചാണ്. ഡാറ്റ സെക്യൂരിറ്റി, അതേപോലെ ഈ കളക്ട് ചെയ്ത ഡാറ്റ സെക്യൂർ ആയിട്ട് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതും എന്താണ് ഒരു ചലഞ്ചാണ്. ഡാറ്റ ആക്യുറസി, അതായത് നമ്മൾ എടുത്തിട്ടുള്ള ഡാറ്റ കൃത്യമായി ആക്യുറേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, അതും ഒരു ചലഞ്ചാണ്. നമുക്ക് എല്ലാം ആക്യുറേറ്റ് ആയിക്കൊള്ളണമെന്നില്ല നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡാറ്റ ക്വാളിറ്റി ആൻഡ് വോളിയം, അതായത് ഡാറ്റ കളക്ടഡ് ഫ്രം ദ കസ്റ്റമേഴ്സ് മസ്റ്റ് ബി ചെക്ക്ഡ് ഇൻ periodic basis to ensure right data information in the system done periodically. അതായത്
നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റേഴ്സിനെ കസ്റ്റമേഴ്സിനെ പീരിയോഡിക്കൽ ബേസിസിൽ നമ്മൾ ചെക്ക് ചെയ്യുക. അതായത് ഒരു പീരിയോഡിക്കലി നമ്മൾ എന്തൊക്കെയാണ് ആ ഡാറ്റയിലുള്ളത് ഓരോ പീരിയോഡിക്കൽ അനാലിസിസ് നമ്മൾ നടത്തണം. വാങ്ങി വെച്ചെടുത്തിരിക്കലല്ല, നമ്മൾ അതിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ദെൻ റെഗുലേറ്ററി കംപ്ലൈൻസസ് എന്തായിരിക്കാം? ടെക്നോളജി ചാലഞ്ചസ് അല്ലെ, അതൊരു ചലഞ്ചാണ്. നമുക്ക് ഡേ ടു ഡേ ടെക്നോളജി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടെക്നോളജി ചാലഞ്ചസ് നമ്മൾ അതനുസരിച്ച് ബിസിനസ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു നമുക്കൊരു ചലഞ്ചാണ്. ദെൻ ഓപ്റ്റ് ഔട്ട് പ്രോസസ് ഓഫ് കസ്റ്റമേഴ്സ്, അതായത് ക്ലിയർലി കസ്റ്റമേഴ്സിന്റെ ബേസിക് ഇൻഫോർമേഷൻസ് റീറ്റെയിലേഴ്സുമായിട്ട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത് ചിലപ്പം ശരിയായിക്കോളണമെന്നില്ല. അപ്പം അതൊരു ചലഞ്ച് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും ചാലഞ്ചസ് ആണ് എന്തിനുണ്ടാവുന്നത്? ചേഞ്ചിങ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റിൽ ഇൻവോൾവിങ് അവർ കൺട്രി. അതായത് നമ്മളെ റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചിലപ്പം ഓരോ ദിവസവും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മളെ ബിസിനസിന്റെ റൂൾസും നമ്മൾ ഓരോന്ന് അഴിച്ച് പണിതുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ അതൊരു എന്താണ്, നമുക്കൊരു ചാലഞ്ചസ് ആണ്. അപ്പൊ ഇത്രയും കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് കസ്റ്റമേഴ്സിന്റെ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് ബിസിനസിനെ സംബന്ധിച്ച് ഇത്രയും ചാലഞ്ചസ് ഉണ്ടായിരിക്കും. ദെൻ കൺസെന്റ്, നമ്മൾ അടുത്തത് നോക്കുന്നത് ഒരു കൺസെന്റ് എന്ന് പറഞ്ഞൊരു കൺസെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കൺസെന്റോട് ഉദ്ദേശിക്കുന്നത്? Consent is considered as the main factor in the consumer privacy and data protection in retail. ഒരു റീറ്റെയിൽ ബിസിനസ്സിൽ കൺസ്യൂമേഴ്സിന്റെ കൺസെന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താണ്? ഒരു മെയിൻ ഫാക്ടർ ആണ് അല്ലെ. ഒരു റീറ്റെയിൽ ബിസിനസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കൺസ്യൂമേഴ്സിന് അവരുടെ കൺസെന്റ്, അവരുടെ സമ്മതം ഉണ്ടാവുക. അത് കൺസെന്റ് നമ്മൾ പറഞ്ഞുതരാം എന്താ ഉണ്ടാവുക എന്നുള്ളത് ഒരു ഇതാണ്. കൺസെന്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്സ് ഇൻ എത്തിക്കൽ Consent is the first step in ethical data collection and privacy, as it gives customers individual autonomy and their right to control their professional information. അതായത് ഫസ്റ്റ് ഒരു കൺസ്യൂമേഴ്സിന്റെ കൺസെന്റ് ഉണ്ടാവുക എന്നുള്ളത് ഒരു റീറ്റെയിൽ ബിസിനസ് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അവർക്കൊരു സമ്മതം, അതായത് ഒരു കൺസ്യൂമർ ഉണ്ടാവുക എന്നുള്ളത്, അതായത് നമ്മളിപ്പോ ഒരു സാധനം റീറ്റെയിൽ, അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനൊരു കൺസ്യൂമർ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരാളെങ്കിലും കുറച്ച് പേരെങ്കിലും അത് വാങ്ങാൻ ഉണ്ടാവും എന്നുള്ളൊരു ധൈര്യത്തിലായിരിക്കും നമ്മൾ എന്ത് ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ബിസിനസിന്റെ എന്ന് പറഞ്ഞത്. ഓക്കെ, അതാണ് കൺസെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസെന്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറന്റ് പ്രോസസ് ആയിരിക്കണം. ദെൻ നമ്മൾ നോക്കുന്നത്, നമുക്കിപ്പോ നോക്കിയത് കൺസ്യൂമേഴ്സിന്റെ കൺസെന്റ് ആണ്. ഇത് നോക്കുമ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി എങ്ങനെയാണ്? കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ is a prime point in building ethical practice and consumer privacy and data protection in retail. ഒരു റീറ്റെയിലില് നമുക്ക് കൺസ്യൂമേഴ്സിന്റെ എന്താ പറയാ കോൺഫിഡൻഷ്യാലിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അതായത് അവരുടെ ഡാറ്റ കളക്ട് ചെയ്യുക, അവരെ എന്താ പറയാ അത് കളക്ട് ചെയ്ത ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുക. കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. നമ്മളെ ബിസിനസിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് വേറൊരു കാര്യത്തിന് നമ്മൾ അവരെ കൺസ്യൂമേഴ്സിന്റെ ഡാറ്റാസ് മിസ്യൂസ് ചെയ്യാതിരിക്കുക. അപ്പൊ അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക എന്നുള്ളത് എന്താണ്, ഒരു റീറ്റെയിൽ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് കാര്യമാണ്. Okay, many countries have different rules and regulations to control data privacy issues and confidentiality. ഓരോ രാജ്യത്തും കൺസ്യൂമേഴ്സിന്റെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അവരെ കോൺഫിഡൻഷ്യാലിറ്റി ബിൽഡ് ചെയ്യാന്നുള്ള ഡിഫറെന്റ് രീതിയിലായിരിക്കും ഓരോ സ്ഥലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് കീപ്പ് ചെയ്ത് പോയാലേ ഒരു ബിസിനസ് മുന്നോട്ടേക്ക് പോകുമ്പോൾ അത് എത്തിക്കൽ ബിസിനസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കോൺഫിഡൻഷ്യാലിറ്റി ആസ്പെക്ട് ഹാസ് ദ എലമെന്റ്സ് വിച്ച് കമ്പനീസ് മസ്റ്റ് ഫോക്കസ് ഓൺ സീരിയസ്ലി മെയിൻറ്റെയിൻ 10. അതായത് ഒരു 10 പോയിന്റ്സ് ഉണ്ട് നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റി എന്താണെന്ന് പറയാനുള്ളത്. ഫസ്റ്റ് ഡാറ്റ സെക്യൂരിറ്റി, അതായത് എന്താണ്, നമ്മൾ വാങ്ങുന്ന കളക്ട് ചെയ്യുന്ന ഡാറ്റ പ്രൈവറ്റ് ഡാറ്റാസ് ആണെങ്കിൽ നമ്മൾ കൺസ്യൂമേഴ്സിന്റെ പേഴ്സണൽ ഡാറ്റാസ് ആണ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ അത് സെക്യൂർ ആയിരിക്കുക എന്നുള്ളത് ഒരു കോൺഫിഡൻഷ്യാലിറ്റിയുടെ ഭാഗമാണ്. ദെൻ ഡാറ്റ മിനിമൈസേഷൻ അപ്രോച്ച്, അതായത്
നെസസറി ഡാറ്റ മാത്രമേ നമ്മളത് മിനിമൈസ് ചെയ്യിക്കാൻ പറഞ്ഞാൽ നെസസറി ആവശ്യമുള്ള ഡാറ്റാസ് മാത്രമേ കളക്ട് ചെയ്യാൻ പാടുള്ളൂ. അത് കൂടുതൽ അവരെ വീട്ടിലെ ചുറ്റുപാടിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ദെൻ തേർഡ് പാർട്ടി ആക്സസ് റൈറ്റ്സ്, ശരിയായ ഒരു തേർഡ് പാർട്ടി അതിൽ ഇൻഫ്ലുവൻസ് ആവണമെന്നുണ്ടെങ്കിൽ അത് ശരി നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു തേർഡ് പാർട്ടിന്റെ എൻറോൾ ചെയ്യാൻ പാടുള്ളൂ. ദെൻ എംപ്ലോയീസ് ട്രെയിനിങ് ഓൺ ഡാറ്റ മാനേജ്മെന്റ് ഉണ്ടായിരിക്കുക, ഡാറ്റ ആക്സസ് കൺട്രോൾ ഉണ്ടായിരിക്കുക, കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം, ഓഡിറ്റ് കറക്റ്റ് ആയിരിക്കണം, ക്രോസ് ബോർഡർ ഡാറ്റ ഷെയർ, ഡാറ്റ കൺസെന്റ്, വെണ്ടർ മാനേജ്മെന്റ്. അപ്പൊ ഇത്രയും എസെൻഷ്യൽസ് ആണ് ഒരു കോൺഫിഡൻഷ്യാലിറ്റിനെ ബാധിക്കുന്നത്.